നോമ്പുകാലങ്ങൾ നമ്മെ സംബന്ധിച്ച് ശുദ്ധീകരണത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതലായി ദൈവത്തെ അറിയുവാനും ക്രിസ്തുവിനെ അറിയുവാനും ആ ക്രിസ്തു സ്നേഹത്തിലൂടെ കടന്നു പോകുവാനും ഇടയാകുവാൻ തക്കവണ്ണം രൂപപ്പെടുത്തുന്ന നാളുകളാണ്. 365 ദിവസം ഒരു വർഷമായി കടന്നു പോകുമ്പോൾ ആ വർഷത്തിൽ പകുതിയിലധികം സമയത്തോളം പ്രാർത്ഥനകളും ഉപവാസവും നോമ്പും അനുഷ്ഠാനങ്ങളും സഭ ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതലായി ആ ക്രിസ്തു സ്നേഹത്തിൽ മുറുകെ പിടിക്കുവാൻ വേണ്ടിയാണ്. തളർന്നു പോകാതെ, തകർന്നു പോകാതെ മുന്നോട്ട് ചരിക്കുവാൻ ദൈവ സാന്നിധ്യവും അവൻ്റെ കരവും നമ്മുടെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഓരോ നോമ്പും സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ആ നോമ്പ് അനുഷ്ഠാനങ്ങൾ നമ്മെ സംബന്ധിച്ച് അനുഷ്ഠാനങ്ങളാകാതെ അനുഭവവേദ്യമാകുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോമ്പ് എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ലെൻറ്റ് എന്നാണ്. അത് സ്പെല്ല് ചെയ്യുമ്പോൾ LENT. എൻ്റെ മുൻഗാമിയും അഭിവന്ദ്യനായ സക്കറിയ മാർ തെയോഫിലോസ് തിരുമേനി എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. അദ്ദേഹത്തിൻ്റെ രീതി, കുഞ്ഞുങ്ങളുമായിട്ട് സംവേദിക്കുമ്പോഴൊക്കെ ഈ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അഭിവന്ദ്യനായ പിതാവ് നാഗ്പൂർ വെച്ച് പറഞ്ഞ ഒരു വാക്കാണ് ലെൻറ്റ്. അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. തിരുമേനി അതിന് ഒരു ഫുൾ ഫോം കൊടുത്തു: ലീവ് എവരി നെഗറ്റീവ് തോട്ട്സ്. യഥാർത്ഥത്തിൽ നോമ്പ് അതാണ്. ലീവ് എവരി നെഗറ്റീവ് തോട്ട്സ്. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതയാത്രയിൽ, ക്രിസ്തീയ ജീവിതയാത്രയിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എന്നെ ഈ ജീവിതത്തിലേക്ക്, ഇന്ന് ഈ കൺവെൻഷൻ പന്തലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ: എന്നെ ശുദ്ധീകരിക്കുവാൻ, എൻ്റെ ക്രിസ്തു എന്നെ ചേർത്തു പിടിക്കുവാൻ, എൻ്റെ ക്രിസ്തുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം എന്നെ, എൻ്റെ കുടുംബത്തെ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തെ രൂപപ്പെടുത്തുവാനാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ആ ബോധ്യം നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് കെംതായുടെ സന്ധ്യാ നമസ്കാരത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്. അതെപ്പോഴും ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ട ഒരു പാട്ടാണ്. ആ ഗീതം ഇങ്ങനെയാണ്: നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടാടികൾ, ഏതൻ കാനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേ ഞാൻ, നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, നഗ്നതയോ എന്നെ അവർ തൂക്കി, ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. ഇന്ന് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് അതിനു വേണ്ടിയാണ്. ദൈവത്തോടൊപ്പം നിൽക്കുമ്പോൾ, നാഥ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ അത് ആദാമിനോടും ഹവയോടും പറഞ്ഞ കാര്യമല്ല, ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്ന കാര്യമാണ്. നീ കുറ്റം ചെയ്തത് കൊണ്ട് ഞാൻ അടിയേറ്റു, നീ ആദ്യഫലം ഭക്ഷിച്ചതുകൊണ്ട് ഞാൻ കയ്പുനീര് കുടിച്ചു, എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ കോപം നിന്നിൽ നിന്ന് അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എത്രയോ മഹത്വകരമായ ശബ്ദമാണ്, എത്രയോ ധൈര്യം നൽകുന്ന ഒരു വാക്കുകളാണ്. ഇന്ന് എന്നെയും നിങ്ങളെയും പിടിച്ചു കുലുക്കുന്ന അധിക ഭാരമുള്ള ഏതെങ്കിലും ഒരു അനുഭവമുണ്ടെങ്കിൽ എൻ്റെ തമ്പുരാൻ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കണം. അതാണ് ക്രിസ്തു സ്നേഹം എന്ന് പറയുന്നത്. ആ സ്വർഗീയ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും പങ്കാളികളാകുമ്പോഴാണ് ഈ നോമ്പും
ഉപവാസവും പ്രാർത്ഥനകൾക്കും അർത്ഥമുണ്ടാകുകയുള്ളൂ. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ട വേദഭാഗമാണ്. കനാവിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. അനേകം പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വേദഭാഗം കൂടിയാണ്. ഒന്ന് വായിച്ച് ഉറക്കെ അതൊന്ന് വായിച്ച്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മൈക്ക് നിർത്തി. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങൾ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവൻ വക്കുവോളം നിറച്ചു. അപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് അവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാരെ അറിഞ്ഞില്ല. വീഞ്ഞു തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞു കുടിച്ച് പുത്രായ ശേഷം ഇളപ്പമായത് കൊടുക്കാറുണ്ടോ? നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലെ കാനായിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും. മതി. ഈ വേദഭാഗം വളരെ സുപരിചിതമാണ്. കനാവിലെ കല്യാണ വിരുന്നിൽ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ അത്താണിയാകുവാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയും ആ കുടുംബത്തോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ സ്നേഹവും, ആ സ്നേഹത്തിൽ അനുഗ്രഹീതമായ കുടുംബത്തിൻ്റെ സാന്നിധ്യം വിളിച്ച് അറിയിച്ചതായ മഹത്വപൂർണമായ അനുഭവം. ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതായ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ആ കുടുംബം അനുഭവിക്കുന്നതായ പ്രതിസന്ധികൾ ഇന്ന് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ഒന്ന് കൂട്ടി വായിക്കുവാൻ ഈ സമയം നമ്മൾ ഉപയുക്തമാക്കണം. ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. പലപ്പോഴും കുടുംബാന്തരീക്ഷങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? ഇത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചവനാണല്ലോ, ഇത്രമാത്രം ഞാൻ ദൈവവുമായി അടുത്തു നിൽക്കുന്നവനാണല്ലോ, ഇത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ എന്താണ് ഇപ്രകാരം ഉണ്ടാകുന്നത് എന്നൊക്കെയും നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും രോഗത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാകും, നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോഴാകും, വ്യക്തിപരമായ തകർച്ചകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുന്ന കാര്യമാണ്, ദൈവമേ, എന്തിനു വേണ്ടിയാണ് എന്നെ ഈ നൊമ്പരങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത്? എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗവും അമ്മമാർ തന്നെയാണ്. ആ അമ്മമാർ എപ്പോഴും പറയുന്ന കാര്യമല്ലേ, ദൈവമേ, എത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചവനാണ്, എത്രമാത്രം ഞാൻ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവനാണ്, എത്രമാത്രം ഉപവസിച്ചവളാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതെന്ന്. ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധ്യമാകുന്ന തരത്തിൽ നിന്നെ ഒരുക്കുവാനാണ് ഈ പ്രതിസന്ധികളൊക്കെയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. രോഗത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നിന്നോട് ചേർന്നിരുന്ന് സംസാരിക്കുവാനുള്ളതായ ഒരു നിമിഷമാണ് എങ്കിൽ,
നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടപെടുവാൻ ഒരു വഴി തെളിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നീ അതിനെ ബൈപ്പാസ് ചെയ്യുവാൻ സാധിക്കുക? നിന്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നിന്നോട് കൂടുതലായി ദൈവത്തിന് എന്തോ പറയുവാൻ വേണ്ടിയുള്ളതായ സമയമാണെങ്കിൽ എങ്ങനെയാണ് നീ അതിനെ വേണ്ട എന്ന് വെക്കുവാൻ സാധിക്കുക? ഇന്ന് പലപ്പോഴും നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നൊമ്പരങ്ങളെ മാറ്റിത്തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നൊമ്പരങ്ങളും സഹനങ്ങളും വേദനകളും എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോട് ഇടപെടുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൂടുതലായി ബലപ്പെടുത്തുവാനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ സാധിക്കണം. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവന്റെ അമ്മ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന്. ഒന്ന് ആലോചിച്ച്, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ദൈവം എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്? ആ തിരിച്ചറിവ് അത് മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നതാകണം. ദൈവമേ, നീ എന്നോട് എന്താണ് കൽപ്പിക്കുന്നത്? എൻ്റെ ജീവിത സാഹചര്യത്തിൽ എന്താണ് എന്നെ അധികമായി ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചുമയാണ്, ഇപ്പിച്ച് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അധികമായി ദൈവമേ നിനക്ക് എന്താണ് എന്നോട് കൽപ്പിക്കുവാനുള്ളത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, അവരുടെ പ്രയാസങ്ങൾ ഇന്നതാണ്, അവർ ഇപ്രകാരം പ്രയാസപ്പെട്ട് കടന്നു പോകുകയാണല്ലോ, നിനക്ക് എന്താണ് അവരോട് ചെയ്യുവാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നുണ്ട്, നിശ്ചിതമായ ചെറിയ ഒരു വിമുഖതയാണ് തമ്പുരാൻ പറയുന്നത്. എൻ്റെ സമയമായിട്ടില്ല, എനിക്കിപ്പോൾ പ്രവർത്തിക്കാനുള്ള ഇടമായിട്ടില്ല. പക്ഷെ അമ്മ എന്താണ് പറഞ്ഞത്? അതിൽ നിരാശപ്പെട്ട് തിരികെ പോകുന്ന ഒരു അമ്മയല്ല അവിടെ കാണുന്ന. പകരമോ അമ്മ പറയാണ്, അവൻ നിങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുവിനെന്ന്. ഈ നോമ്പിന്റെ കാലത്ത് എനിക്കും നിങ്ങൾക്കും ദൈവം തമ്പുരാൻ നൽകുന്ന കൽപ്പന എന്ന് പറയുന്നതാണ്, നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. എത്രയോ അനുഗ്രഹീതമായ വാക്കാണ്. നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. അപ്രകാരം നീ രൂപപ്പെടുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകും. നീ നിരാശപ്പെട്ട് അത് ദൈവമേ എൻ്റെ ജീവിതത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ലല്ലോ, നീ നൽകുന്നതായ ഓരോ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും അത് വേദനകളും ദുഃഖവുമാണല്ലോ എനിക്ക് നൽകുന്നത് എന്ന് പദം പറഞ്ഞ് കരയുന്നതിനപ്പുറമായി നിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാനും ദൈവമേ നീ എന്ത് കൽപ്പിച്ചാലും അത് നിർവഹിക്കുവാൻ എനിക്ക് ഒരുക്കമുള്ള ഒരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ഏലീശുബായുടെ മാതാവിൻ്റെ അടുക്കിലേക്ക് മാലാഖ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമാണ് ദൈവിക സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ദൈവിക സമാധാനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവമേ നീ എന്നെ ഒരുക്കണമേ എന്ന പ്രാർത്ഥന ഉണ്ടാകണം. ആ പ്രാർത്ഥന തന്നെയല്ലേ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവും പ്രാർത്ഥിച്ചത്. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന്. താൻ ഏൽക്കുവാൻ പോകുന്നത് ആ കയ്പുനീരിൻ്റെ അനുഭവങ്ങളും താൻ ഏൽക്കുവാൻ പോകുന്ന പീഡനങ്ങളുടെ ആ കഠിനമായ നൊമ്പരങ്ങളും കൃത്യമായി രുചിച്ചറിഞ്ഞ് കർത്താവ് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒന്നും മാറ്റിക്കളയണമേ. എന്നാൽ തുടർന്ന് ചേർന്ന് ആ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന്. 3 പ്രാവശ്യം ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് എൻ്റെ കർത്താവിനെ തള്ളി പറയുവാൻ സാധിക്കുമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ നിന്റെ ഹിതം എന്നിൽ നിറവേറണമേ. ഇന്നലെ സമാധാനമായി ഞാൻ ഉറങ്ങി,
രോഗത്തിൻ്റെ അനുഭവമുണ്ട്, വേദനയുണ്ട്. ഞാൻ ഉറങ്ങി. എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, ഞാൻ ആയിരിക്കുന്ന സമൂഹം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. അവിടെയൊക്കെയും നിന്റെ സമാധാനം ഞങ്ങളെ ചുറ്റി വരിഞ്ഞ് മുറുക്കുന്നുണ്ടല്ലോ. ആ സമാധാനത്തിലൂടെ കടന്നു പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണമേ, എൻ്റെ കുടുംബത്തിന് സാധ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ ഏതമ്മയ്ക്കാണ്, ഏത് മക്കൾക്കാണ് ദൈവത്തിൽ നകന്നു പോകുവാൻ സാധ്യമാകുക? ദൈവമേ, നീ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് എപ്രകാരമാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ ഓരോ വ്യക്തിയും ദൈവം എപ്രകാരമാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേരേണ്ടത് എന്ന് കൃത്യമായി പറയുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തണമേ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. തമ്പുരാനോട് പറയുകയാണ്, ഒരു ജനത മുഴുവനും അപേക്ഷിക്കുകയാണ്, ദൈവമേ, യഹോവേ, ഞങ്ങളെ നീ മടക്കി വരുത്തണമേ. പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ, തമ്പുരാനെ, നിന്നിൽ അകന്നു പോകാതെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ നീ എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക. ആ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യന്റെ നിയോഗമെന്ന് പറയുന്നത്. യഹോവേ, ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങൾ അകന്നു പോകുവാൻ ഇടയാകരുതേ. ഇന്ന് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പദം പറഞ്ഞു പോകാറുണ്ട്. ഞാൻ ഇന്നയിടത്ത് പോയപ്പോൾ എനിക്ക് ഇന്നതൊക്കെയും ലഭിച്ചു, ഞാൻ ക്രിസ്തുവിനെ മനസ്സിലാക്കിയത്, ദൈവത്തെ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാഹചര്യം ഒരുക്കാറുണ്ട്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു നമ്മോടൊപ്പം നടക്കുന്നുണ്ട്, അവൻ നമ്മളെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് അവനെ കാണുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദുഃഖത്തിലും നിരാശയിലുമായി തീരുന്നത്. ഇവിടെ പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുവിനെന്ന്. നമുക്കറിയാമല്ലോ, ദൈവത്തിലേക്ക് മടങ്ങുക എന്നത് നമ്മുടെ നിയോഗമാണ്. സക്കായി അവന്റെ ജീവിത യാത്രകളിലൊക്കെയും ക്രിസ്തുവിനെ അറിയുവാൻ ആഗ്രഹിച്ചു. ഒന്ന് ആലോചിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യേശു എങ്ങനെയുള്ളവനാണ് എന്ന് കാണുവാൻ അവൻ ശ്രമിച്ചു. ഇന്ന് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവിടെയാണ്. എന്നെ കാണുന്ന ഒരു ക്രിസ്തുവുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ക്രിസ്തുവിനെ കാണണമെങ്കിൽ ആ ചേർന്നുള്ള വാക്യം ഒന്ന് വായിച്ചേ. ഒരാളിത് വായിക്കുക. ആയതുകൊണ്ട് ജനക്കൂട്ടം നിമിത്തം കാണാൻ കഴിഞ്ഞില്ല. അവർ മുമ്പോട്ടോടി അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി. അല്ല, അതിന് മുമ്പിലത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു ആ വഴി വരുന്നു എന്ന് കണ്ടുകൊണ്ട് അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ. അതെ, യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. സക്കായിയെ കാണുന്ന ക്രിസ്തുവുണ്ട്, പക്ഷേ സക്കായിക്ക് ക്രിസ്തുവിനെ കാണണമെങ്കിൽ ക്രിസ്തു നടക്കുന്ന വഴിയിലേക്ക് നമ്മൾ നടക്കുവാൻ സാധ്യമാകണം. സക്കായിയെ സംബന്ധിച്ച് ലോകത്തിന്റെ മുമ്പിൽ ധനവാനാണ്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ധനവാനാണ്, അവൻ മറ്റെല്ലാ മേഖലകളിലും പ്രസിദ്ധനാണ്. പക്ഷേ അവനെ പറ്റി പലരും പറയുന്ന പാപിയായ മനുഷ്യനാണ് എന്നാണ്. ആ പാപിയായ മനുഷ്യൻ ചെയ്തെന്താണ്? ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ നടക്കുന്ന വഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറായി.
രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവമേ, ആ മാനസാന്തരത്തിലേക്ക് എന്നെയും നിങ്ങളെയും നയിക്കണമെങ്കിൽ ആ സക്കായി നടന്നതുപോലെ അവൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിനെ കാണുവാനല്ല ആഗ്രഹിച്ചു. പകരം ക്രിസ്തു വരുന്ന വഴിയിലേക്ക്, ക്രിസ്തു നടക്കുന്ന വഴിയിലേക്ക്, സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നപ്പോഴാണ് ക്രിസ്തുവിനെ അവനെ കാണുവാൻ സാധിച്ചത്. ഇവിടെ കർത്താവ് പറയാണ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വരിക. അവൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ചെല്ലുവാനും അവൻ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം സാധ്യമാകുന്ന രീതിയിൽ രൂപപ്പെടുമ്പോഴാണ് തമ്പുരാൻ പറയാണ്, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നോടും നിങ്ങളോടും പറയുന്ന വാക്കാണ്. നീ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുകയാണല്ലോ, നീ നിരാശയുടെ നടുവിൽ നിൽക്കുകയാണല്ലോ, നിന്റെ മുഖത്ത് ലജ്ജയും നിന്റെ മുഖത്ത് അപമാനവും ഉണ്ടാകും. നീ തല കൊമ്പിട്ടവനായി സമൂഹത്തിൽ നിൽക്കുന്നവനാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നവനാണ്. പക്ഷേ ആ ഒറ്റപ്പെടലിന് നടുവിൽ എൻ്റെ ക്രിസ്തു എന്നെ കൈപിടിക്കുവാനുണ്ടാകും. സക്കായിയെ നീ ഇറങ്ങി വരിക എന്ന് പറഞ്ഞതുപോലെ എന്നെയും നിങ്ങളെയും പേരെടുത്ത് വിളിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ക്രിസ്തു കടന്നു വരുമ്പോൾ എങ്ങോട്ടാണ് കടന്നു വരുന്നത്? എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്താണ് സക്കായി പറഞ്ഞത്? അവൻ തിരുക്കത്തിൽ ഇറങ്ങി സന്തോഷവനെ കൈകൊണ്ടു. എനിക്കുള്ളതൊക്കെയും ഒന്ന് അടുത്ത് വായിച്ചേ. കർത്താവേ, എന്റെ വസ്തുകളിൽ ഞാൻ പകുതി കൊടുക്കുന്നുണ്ട്. പലതും ചതിവായി വാങ്ങിയിട്ടുണ്ട്. ഞാൻ അധികമായി ആരോടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? പൂർണ്ണമായി എൻ്റെ ക്രിസ്തുവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ്. എൻ്റെ ഭവനത്തിന് രക്ഷയുണ്ടാകണമെങ്കിൽ, എൻ്റെ ഭവനത്തിന്, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിന് രക്ഷയുണ്ടാകണമെങ്കിൽ, പ്രതിസന്ധിയിൽ എന്നെ കൈപിടിച്ച് നടത്തുവാൻ എൻ്റെ ക്രിസ്തു എൻ്റെ ഭവനത്തിലേക്ക് വരണമെങ്കിൽ ഞാൻ ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത്. എൻ്റെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ സാധ്യമാകണം. ഈ നോമ്പ് കാലത്ത് എനിക്ക് സാധ്യമാകുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് സാധ്യമാകുന്നുണ്ടോ? എത്ര ദിവസമായി നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട്? തിങ്കളാഴ്ച ആരംഭിച്ചതാണ് ശുഭക്കോനോയിലൂടെ. നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും പരസ്പരം പങ്കിട്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്നവരാണ്. ഈ 4 ദിവസം, 5-ാമത്തെ ദിവസമായപ്പോൾ, 6-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. 1-ാമത്തെ ദിവസം ഞാൻ തീരുമാനങ്ങൾ എടുത്തു. എൻ്റെ ദൈവമേ, നിന്നോടൊപ്പം ഞാൻ സഞ്ചരിക്കും. എൻ്റെ ദൈവമേ, ഞാൻ ഒരിക്കൽ പോലും നിന്ന് മാറുകയില്ല. പ്രാർത്ഥിക്കും, കുമ്പിടും, നോമ്പ് ഉപവാസം നടത്തും. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ക്രിസ്തു വന്നിട്ടുണ്ടോ? ഇന്ന് പ്രാർത്ഥനകൾക്കൊക്കെയും വളരെ ദീർഘമായ കാര്യമാണ്. എല്ലാവരും പറയും, എന്തിനാണ് ഇത്ര മാത്രം പ്രാർത്ഥിക്കുന്നത്? കുറച്ച് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാണ് ഇത്ര മാത്രം പ്രാർത്ഥിക്കേണ്ട കാര്യം? നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നമ്മുടെ ശരീരം പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞാൻ എന്തിനെയെല്ലാമാണ് അന്വേഷിച്ചു പോകുക? ഞാൻ എന്തിനോടെല്ലാമാണ് പ്രതിബദ്ധതയോടുകൂടി പെരുമാറുക? ആ പ്രാർത്ഥനയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായി ചേരുന്നതിന് പകരമായി മറ്റു പലതിനോടുമാണ് ഞാൻ ചേരുന്നതെങ്കിൽ ആ മാനസാന്തരത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? പ്രാർത്ഥനകൾ ദൈവവുമായിട്ടുള്ള സംസർഗമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. വേദവായനകൾ ക്രിസ്തു ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടുന്നു. ഓബദ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഓബദ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഞാനും നിങ്ങളും എവിടെയാണ് എന്നറിയണമെങ്കിൽ കൃത്യമായി ഓബദ്യാവ് പറയാണ്, നീ എത്രമാത്രം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ കൂടുവച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ ഇറക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കന്മാരുടെ കാലം നമ്മളൊന്ന് പുനഃപരിശോധന നടത്തേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആ അപ്പനും അമ്മയും നൽകിയതായ ഓർമ്മകൾ എത്രമാത്രം ഫലത്തെ പുറപ്പെടുവിക്കുന്നതാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ എപ്രകാരമായിരുന്നു?
അവരുടെ അധ്വാനങ്ങൾ എപ്രകാരമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാനിപ്പോഴും ഓർക്കും, എൻ്റെ മാതാപിതാക്കന്മാർ അധ്വാനിക്കുന്നവരായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലമുണ്ടെങ്കിൽ പോലും, ഇഷ്ടംപോലെ ഭൂമി ഉണ്ടെങ്കിൽ പോലും ആ ഭൂമിയിൽ പ്രയത്നിക്കുവാനും ആ ഭൂമിയിൽ പ്രവർത്തിക്കുവാനും ആ ഭൂമിയിൽ നിന്ന് മറ്റ് അനുഭവങ്ങൾ ലഭ്യമാകുന്ന തരത്തിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അവർക്ക് സാധിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്നവർക്കറിയാം, രാവിലെ പശുവിനെ കറന്ന് നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ എവിടെയാണ് കൊണ്ടു കൊടുത്തിരുന്നത്? അത് ചായക്കടയിലോ അല്ലെങ്കിൽ മറ്റ് കടകളിലോ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലായിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ അത് മിൽമ ബൂത്തുകളിലായിരുന്നു കൊടുത്തിരുന്നത്. അവർ രാവിലെ വന്ന് പാല് കളക്ട് ചെയ്യും വീടുകളിൽ നിന്ന്. എന്നാൽ ഇന്നോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലമായപ്പോഴോ നമ്മൾ മിൽമ ബൂത്തിൽ നിന്നും അല്ല എങ്കിൽ മറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും പാലും അതുപോലുള്ള കാര്യങ്ങളും വാങ്ങിച്ചു തുടങ്ങി. മാറ്റങ്ങൾ അപ്രകാരമാണ്. അധ്വാനിക്കുന്നതിന് പകരം ലഭ്യമാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. എന്തുകൊണ്ടാണ്? നമ്മൾ വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. ആത്മീയമായും ശാരീരികമായും ഭൗതികമായും സാമ്പത്തികമായും ഒക്കെ നമ്മൾ വളർച്ച പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വളരുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ചെറുപ്പത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇത് യേശു അപ്പച്ചൻ അല്ലേ? എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരൊക്കെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ ഇത് യേശു അപ്പച്ചനാണ്, ഇത് പരിശുദ്ധ മാതാവാണ്. 1-ാം ക്ലാസ്സിലോ UKG പോകുമ്പോൾ നമ്മൾ പറയും A= എന്താ പറഞ്ഞു കൊടുക്കുന്നത്? A= ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കും. B= കേട്ടില്ല, ബോൾ എന്ന് പറയും. ആരെങ്കിലും ബൈബിൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കേണ്ടത് എവിടെയാണ്? J= ജാക്ക് എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയും. ജീസസ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ അമ്മമാർക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, എവിടെയാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്. മാതാവ് പറയാണ്, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന്. ലോകത്തിൻ്റെ മോദങ്ങളിലേക്ക് ഞാനും നിങ്ങളും വഴിവിട്ട് നടക്കുമ്പോൾ ക്രിസ്തുവിനെ മറന്നാണ് ജീവിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മെ കാണുന്ന ഒരു ക്രിസ്തുവുണ്ട്, നമുക്ക് കാണാത്ത ഒരു ക്രിസ്തുവുമുണ്ട് എന്ന് ചിന്തിക്കണം. നമ്മെ കാണുന്ന ക്രിസ്തുവാണ്. അവൻ നമ്മുടെ ഓരോ ചര്യകളെയും അറിയുന്നുണ്ട്, നമ്മുടെ യാത്രകളെ അറിയുന്നുണ്ട്. കുഞ്ഞുകാലങ്ങളിൽ അമ്മമാർ സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, പട്ടായങ്കപ്പെട്ട യേശുതമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന. എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പട്ടായങ്കപ്പെട്ട യേശുതമ്പുരാനെ എന്ന പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥന ഇന്ന് എത്ര കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ അമ്മ എപ്പോഴും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിലനിർത്താമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന. ആ 2 പ്രാർത്ഥനയാണ് അമ്മ എന്നും സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എത്ര അമ്മമാരാണ് ആ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്? സന്ധ്യയാകുമ്പോൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ഒരു കുടുംബ പാരമ്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചെറുപ്പകാലത്ത് അപ്രകാരം പ്രാർത്ഥിച്ചവരായിരുന്നില്ലേ നമ്മൾ? നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചതും നമ്മൾ ഓരോരുത്തരും ആത്മീയമായി ഉയർച്ച പ്രാപിച്ചതും ഈ പ്രാർത്ഥനയുടെ ഫലത്തിൽ നിന്നല്ലേ? ആ അമ്മമാർ സന്ധ്യയാകുമ്പോൾ മാത്രമല്ല, ഈ നോമ്പുകാലമാകുമ്പോൾ മാതാപിതാക്കന്മാർ ഒരുമിച്ച് ദേവാലയത്തിൽ പോകുന്നതിന് പകരം അവരുടെ ഭവനങ്ങളെ ദേവാലയമായി രൂപപ്പെട്ടുകൊണ്ട് 3, 6, 9 യാമത്തിലെ പ്രാർത്ഥനയും 40 കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെയും പിതാക്കന്മാരുടെയും ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് എവിടെയാണ് ആ പാരമ്പര്യമൊക്കെ നഷ്ടപ്പെട്ടത്? അമ്മ പറയുകയാണ്, അവൻ കൽപ്പിക്കുന്നത് പോലെ നീ പ്രവർത്തിക്കണമേ എന്ന്. നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. പത്രോസ് അവനോട്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അതിനു മുമ്പ് 2 വാക്യം, 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ദൈവത്തിന്റെ പുത്രനായ 14-ാമത്തെ വാക്യം.
മറ്റുള്ളവർ മറ്റു ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ ഏലിയാവെന്നും കർത്താവ് ചോദിക്കുന്ന ഭാഗം ഇതാണ്. പത്രോസിനോട് ചോദിക്കുന്ന ശിഷ്യന്മാർ ചോദിക്കുന്ന ഭാഗമാണ്. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ അവർ പറയുന്ന മറുപടിയാണ് എന്താണ്? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നോ വേറെ ചിലർ യിരെമ്യാവെന്നോ പ്രവാചകന്മാർ ചിലരെന്നോ എന്നു പറയും. നിങ്ങൾ എന്തു പറയുന്നു എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് 16-ാമത്തെ വാക്യം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. മതി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നുള്ളതായ തിരിച്ചറിവ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകം തന്നെയാണ്. കർത്താവ് നമ്മൾ വായിച്ചല്ലോ, പരിചയാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ പരിചയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി പണിയപ്പെടുന്ന സഭയായി തീരണമെന്ന്. ക്രിസ്തുവിന് വേണ്ടി പണിയപ്പെടുന്ന സഭയായി തീരണമെന്ന് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിഹായാകുന്നു, ക്രിസ്തുവാകുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കങ്ങനെ ഏറ്റുപറയാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ദൈവമേ എൻ്റെ ജീവിതത്തെ എന്നെ നീ പണിയണമേ, എൻ്റെ ജീവിതത്തെ നീ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകണം. ആ പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യമെന്ന് പറയുന്നത്. പത്രോസിനോ പറയുകയാണ്, നീ സഭയാകുന്നു. ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്ന കാര്യമാണ്, നീ എൻ്റെ സഭയാകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സഭയാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാനും നിങ്ങളും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ ദിവസം കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്തായി തീരണമെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു. 11-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. വിളക്ക് കൊളുത്തിയിട്ട് അത് നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാതെ അകത്ത് കടന്നു വരുന്നവർക്ക് വെളിച്ചം ലഭിക്കേണ്ടതിന് അത് തണ്ടിന്മേലത്രേ വെക്കുന്നത്. 34-ാമത്തെ വാക്യം, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. ഇന്ന് ആ കണ്ണ് എന്തിനെല്ലാമാണ് പരിശോധിക്കുന്നത്, പരുതുന്നത്? ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ മൊബൈലുകളുണ്ട്. ഇന്നെല്ലാവരും മൊബൈലുകൾ രാവിലെ മുതൽ വൈകുന്നേരം ഉച്ചവരെ ഈ സമയം വരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളും വിശ്വസിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന പല പ്രാർത്ഥനകൾക്കും പകരം നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? ഇന്ന് മൊബൈലുകളാണ് അന്വേഷിക്കുന്നത്. ഏത് മെസ്സേജാണ് വന്നത്, ആരാണ് ഗുഡ് മോർണിംഗ് അയച്ചത്, എന്താണ് അവിടെ നടന്നിരിക്കുന്നത്, ആരാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് വ്യാപൃതരായി മാർത്തയെ പോലെയും നമ്മൾ രൂപപ്പെടും. പല പല കാര്യങ്ങളിലാണ്. ദൈവഹിതത്തെ അറിയുന്നതിനപ്പുറമായി, ദൈവസ്നേഹത്തെ അറിയുന്നതിനപ്പുറമായി പലതിനെയും അന്വേഷിക്കുന്ന കണ്ണുകളായി നമ്മൾ രൂപപ്പെടുന്നുണ്ടോ? വിശുദ്ധ കുർബാന കേൾക്കുവാനായിരിക്കാം നമ്മൾ പലപ്പോഴും മൊബൈൽ എടുക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കൺവെൻഷൻ പന്തലിൽ കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു. അത് ലൈവായിട്ട് പ്രക്ഷേപം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിരിച്ച് കാണുവാൻ, എന്താണ് പറഞ്ഞൊന്ന് വന്നില്ലല്ലോ ഒന്ന് അറിയുവാനായിട്ടായിരിക്കാം നമ്മൾ പലപ്പോഴും മൊബൈലുകൾ എടുക്കുന്നത്. ആ മൊബൈൽ റീലുകൾ ഓരോന്നോരോന്നായി മാറുമ്പോൾ അശ്ലീലമുള്ളതും നല്ലതുമുള്ളതായ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ എവിടെയെല്ലാമാണ് ഉടക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ കണ്ണുകൾ ഏതെല്ലാം മേഖലയിലേക്കാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ശരീരം വിളക്കായി തീരണമെങ്കിൽ, എൻ്റെ ശരീരം ദൈവത്തിന് ഉപയുക്തമായ ഒരു പദാർത്ഥമായി സഭയായി രൂപപ്പെടണമെങ്കിൽ എൻ്റെ കണ്ണുകൾ വിശുദ്ധമുള്ളതായി തീരണം. മാനസാന്തരത്തിൽ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകി ഞാൻ തന്നെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ സാധ്യമാകണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയും 36-ാമത്തെ വാക്യം വായിച്ചേ, നിന്റെ ശരീരം ഇരുളായ അംശം ഒട്ടുമില്ലാതെ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ നീ മുഴുവനും പ്രകാശിതനായി തീരുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും വായിച്ചതായ വേദഭാഗമാണ്.
അനേകം പ്രാവശ്യം വായിച്ചതായ വേദഭാഗമാണ്. ആ വേദഭാഗം എന്നെ സ്പർശിക്കുന്നുണ്ടോ, ആ വേദഭാഗം എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഥ വായിക്കുന്നത് പോലെ വായിക്കുവാനുള്ളതല്ല ബൈബിൾ. എൻ്റെ ജീവിതവുമായി കൂട്ടി വായിക്കുവാൻ സാധിക്കുമ്പോഴാണ് വേദപുസ്തകത്തിന് അടിസ്ഥാനവും വേദപുസ്തകത്തിന് അർത്ഥവും ഉണ്ടാവുകയുള്ളൂ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ എന്നെയും നിങ്ങളെയും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന വാക്യമാണ്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു, എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ കാര്യത്തിന്റെ അർത്ഥമാണിത്. മെനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിനെ അന്തം വരുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുമെന്ന് മനസ്സിലാക്കണമെന്ന് ദാനിയേൽ പ്രവചനം പറയുകയാണ്. നിന്നെ ദൈവം തമ്പുരാൻ തൂക്കി നോക്കിയിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ അനേകം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞവരാണ്. ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനേകമായി നൽകിയിട്ടുള്ളതാണ്. ഇന്ന് ഈ ദേവാലയത്തിന്റെ പരിസരത്ത് ഞാനും നിങ്ങളും ആയിരിക്കുന്നുവെങ്കിൽ അതും അത്ഭുതം തന്നെയാണ്. കഴിഞ്ഞ 2-3 ദിവസം പരിമല ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ പറയും, നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലൂടെ കടന്നു പോകണമേ എന്ന്. 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ അല്പം ആശ്വാസത്തിന് വേണ്ടി, വേദനപ്പെട്ട് പൊളയുന്ന അല്പം ആശ്വാസത്തിന് വേണ്ടി പിടയുന്ന അനുഭവങ്ങൾ കാണും. നമ്മളെത്രയോ ഭാഗ്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മളെത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. നമ്മളെത്രയോ അത്ഭുതമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്നെ തൂക്കി നോക്കി ഞാൻ കുറവുള്ളവനായി എൻ്റെ കർത്താവ് കാണുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ദേവാലയത്തിൽ ഉപവാസിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നുണ്ട്. എൻ്റെ ക്രിസ്തു എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ ക്രിസ്തുവും സ്വർഗവും സന്തോഷിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പലതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും. ദൈവമേ, നീ എന്നിലേക്ക് കടന്നു വരണമേ. മാതാവ് പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ. മാനസാന്തരത്തിൻ്റെ അനുഭവം ദൈവത്തിൻ്റെ പരിചയമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവം ആ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് നയിച്ചതുപോലെ പരിശുദ്ധമായ മാമോദീസ തൊട്ടിയിൽ എൻ്റെ ജീവിതം ആരംഭിച്ച് ഈ കാലമത്രയും എന്നെ കൂട്ടിക്കൊണ്ട് നടന്ന എൻ്റെ ജീവിതയാത്രയിൽ ഒരു പ്രാവശ്യം പോലും തകർന്നു പോകാതെ, തളർന്നു പോകാതെ എന്നെ നയിച്ച എൻ്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് സാധ്യമാകണം. ആ സാധ്യതകൾ മനസ്സിലാക്കേണ്ടത് എപ്രകാരം? വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? മാനസാന്തരം എൻ്റെ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എപ്രകാരമാണ്? അത് കൃത്യമായി വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുകയാണ്. ഇങ്ങനെ ശീതവാനുമല്ല, നീ ശീതവാനല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായതിനാൽ നീ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ വാക്ക്, തുപ്പിക്കളയും. ഞാൻ നിന്നെ തുപ്പിക്കളയാതിരിക്കണമെങ്കിൽ മാതാവ് പറഞ്ഞതുപോലെ അവൻ പറഞ്ഞ വാക്ക് കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. നമ്മൾ ക്രിസ്തുവിനെ പഴി പറയുന്നുണ്ടല്ലോ, നമ്മൾ ദൈവത്തെ പഴി പറയുന്നുണ്ടല്ലോ. നമ്മൾ ശീതോഷ്ണവാനായി ജീവിക്കുന്നത് കൊണ്ടല്ലേ അവൻ നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ സാധ്യമാകാതെ. അബ്രഹാമിൻ്റെ പുത്രനാകിയോണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് തമ്പുരാൻ കൽപ്പിക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അവൻ എന്നെ ഉമ്മിഞ്ഞുകളയാതെ, തുപ്പിക്കളയാതെ ഞാൻ ഒന്നെങ്കിൽ ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. രണ്ടും കൂടി ചേർന്നതായ ഒരു സമ്മിശ്രമായി ചേർന്നാൽ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വസിക്കുവാൻ സാധ്യമാവുകയില്ല. ആ സാധ്യതകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
മാനസാന്തരമാണ് അതിനുള്ള യഥാർത്ഥമായ പോംവഴി. എൻ്റെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എന്നെ നയിക്കുന്ന, എൻ്റെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഞാൻ നടന്നടുക്കുന്ന പന്ഥാവാണ് കുമ്പസാരവും മാനസാന്തരവും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഈ വേദഭാഗം പഠിക്കുമ്പോൾ കൽപാത്രങ്ങളെ രൂപപ്പെടുത്തുന്ന ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, കൽപാത്രങ്ങളെ രൂപപ്പെടുത്തുന്ന ക്രിസ്തു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. മതി. യേശു തമ്പുരാൻ തൻ്റെ ആ ഭൃത്യന്മാരോട് പറയുകയാണ്, ഈ കൽപാത്രങ്ങളെ നിങ്ങൾ വെള്ളം കൊണ്ട് നിറയ്ക്കുവിൻ. വക്കോളം നിറയ്ക്കപ്പെടുന്ന കൽപാത്രങ്ങൾക്ക് കാസായായി രൂപപ്പെടുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. കൽപാത്രം എന്ന് പറയുന്നത് എന്താണ്? അവിടെ കടന്നു വരുന്നവരിന്, ഈ പന്തലിലേക്ക് കടന്നു വരുമ്പോൾ ആ പുറത്ത് അല്പം വെള്ളം വെച്ചിട്ടുണ്ട് എങ്കിൽ, കൈകാലുകൾ കഴുകുവാൻ തക്കവണ്ണം അത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ക്രമീകൃതമായ വസ്തുവാണ് കൽപാത്രങ്ങൾ. ഓരോ ഭവനത്തിൻ്റെയും അല്ലെങ്കിൽ യഹൂദന്മാരുടെ വീടുകളിൽ അപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. പണ്ടൊക്കെയും നമ്മുടെയൊക്കെ ഭവനത്തിൽ നമ്മുടെ കാർന്നവന്മാർ കടന്നു വരുമ്പോൾ അവർ കാല് കഴുകുവാൻ കിണ്ടിയിൽ വെള്ളം വെക്കുന്ന ഒരു പതിവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നത് പൈപ്പിലേക്ക് മാറി ലാസ്റ്റ് വന്നപ്പോൾ കാറിൽ വന്നിറങ്ങുന്നത് കൊണ്ട്, കാലിൽ പൊടി പറ്റാത്തത് കൊണ്ട് നമ്മൾ അപ്രകാരമുള്ളതായ ഒരു കീഴ്വഴക്കങ്ങളൊക്കെയും ഉപേക്ഷിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ കടന്നു വരുമ്പോൾ അത് ഇല്ല എങ്കിൽ, ആ കിണ്ണിയിൽ വെള്ളമില്ല എങ്കിൽ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന, വഴക്ക് കൂടുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്രകാരം കടന്നു വരുന്നവനെ ശുദ്ധീകരിക്കുവാൻ ഉപയുക്തമാകുന്ന ഒരു പാത്രം, ആ പാത്രം പലപ്പോഴും ആരും ഗമനിക്കുന്നതായ ഒന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ആ കല്യാണ വിരുന്നിലേക്ക് കടന്നു വരുന്ന ഒരുവൻ പോലും ആ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കാല് കഴുകുന്നു എന്നതല്ലാതെ അതിന് പ്രത്യേകമായ ഒരു വില കൊടുക്കുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. എന്നാൽ കർത്താവ് പറയാണ്, ആ തള്ളപ്പെട്ടതായ ഉപയോഗം മറ്റാർക്കും വലിയ ഉപയോഗമൊന്നുമില്ലാത്ത ആ പാത്രത്തിലേക്കാണ് തമ്പുരാൻ പറയുന്നത്, വെള്ളം നിറയ്ക്കണമേ എന്ന്. ഇന്ന് ഞാനും നിങ്ങളും അപ്രകാരമല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും ആ മണവറയുടെ ഭാഗമാകുവാൻ വേണ്ടി കടന്നു വന്നവരാണ്. ദൈവിക കൃപയുടെ ഭാഗമാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ഞാനും നിങ്ങളും ആ കാസായായി രൂപപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കൽപാത്രങ്ങളിൽ നിന്ന് കാസായായി രൂപപ്പെടുമ്പോഴാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത്. ഇന്ന് എന്നെയും നിങ്ങളെയും ഈ പ്രഭാതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കാസായാകുവാൻ വേണ്ടിയാണ്, അവൻ്റെ ശരീരരക്തങ്ങളുടെ ഭാഗമാകുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന് 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൽഭരണികളെ കാസായാക്കി മാറ്റുന്ന ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും ഒരുക്കമുള്ളതായി തീരണം. ദാവീദിന്റെ വിജയഗീതമാണത്. 2 ശമൂവേൽ 22-ാം അധ്യായത്തിന് 29-ാമത്തെ വാക്യം, യഹോവേ നീ എൻ്റെ ദീപമാകുന്നു, യഹോവേ എൻ്റെ അന്ധകാരത്തെ നീ പ്രകാശമാക്കണമേ എന്ന്. ഒന്ന് ആലോചിക്കുക. കൽഭരണികൾ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്ന ആർക്കും വലിയ ഉപയോഗമുള്ളതും ആർക്കുമുള്ള പ്രീതിയുള്ളതുമായ ഒരു വസ്തുവൊന്നുമല്ല. എന്നാൽ ദൈവത്തിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം പലപ്പോഴും അപ്രകാരമായിട്ടില്ലേ? മറ്റു പലർക്കും നമ്മൾ വലിയ വിലയുള്ളതും നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭ്യമാകാത്തതുമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും പലപ്പോഴും ദൈവം ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഈ മാതാപിതാക്കന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കന്മാർ, അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കിക്കേ. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവമേ ഇത്രമാത്രം ഞാൻ അധ്വാനിച്ചുവല്ലോ, ഇത്രമാത്രം എൻ്റെ മക്കളെ സ്നേഹിച്ചുവല്ലോ, ഇത്രമാത്രം എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചുവല്ലോ, എൻ്റെ സഹോദരങ്ങളെ സ്നേഹിച്ചുവല്ലോ, എന്തുകൊണ്ടാണ് അവർ എന്നോട് ഇപ്രകാരം പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ എന്നോട് ഇപ്രകാരം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്? ആർക്കും വേണ്ടാത്തവനായി പോയല്ലോ, ആർക്കും വേണ്ടാത്തവളായി പോയല്ലോ എന്നൊക്കെ നമ്മൾ പരിതപിക്കാറുണ്ട്. സാഹചര്യങ്ങളില്ലേ? പദം പറഞ്ഞ് കരയാറില്ലേ? നമ്മുടെ തലയിണകൾ മാത്രം നമ്മുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവിടെയാണ്
തമ്പുരാൻ്റെ ഇടപെടൽ. മനസാന്തരമുള്ള ഒരു ഹൃദയത്തിലേക്ക് തമ്പുരാൻ കടന്നു വരുന്നത് അപ്രകാരമാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം വായിച്ചേ. അത് തിമായുടെ മകനായ ബർത്തിമായെ കുറിച്ച് പറയുന്ന വാക്കാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ, ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നസ്രായനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകണം. ആ കൽഭരണിയിൽ നിന്ന് കാസായായി രൂപപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് അപ്രകാരമാണ്. എൻ്റെ ദൈവമേ നീ എന്നോട് കരുണ തോന്നണമേ, എൻ്റെ ദൈവമേ നീ എന്നോട് കരുണ തോന്നണമേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്നോടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ പരീക്ഷയിൽ എത്രയോ സ്നേഹപൂർണമായ പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവമേ നീ എന്നെ കാത്തുകൊള്ളണമേ. വഞ്ചന നിറഞ്ഞതായ ഈ ലോകത്തിൽ എൻ്റെ നാവുകളെ നീ കാക്കണമേ. പാപം നിറഞ്ഞതായ ഈ ലോകത്തിൽ എൻ്റെ കണ്ണുകളെ നീ കാത്തുകൊള്ളണമേ. ഞാൻ കാണേണ്ടത് എന്താണ് എന്ന് നീ എനിക്ക് കാണിച്ചു തരണമേ. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുള്ള കുടുംബമാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുള്ളതായ ഒരു ഭവനമാണെങ്കിൽ, ആ ഭവനം ഒരിക്കലും പാപാനുഭവത്തിലൂടെ കടന്നു പോകുകയില്ല, കൽഭരണിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുകയില്ല. പകരമോ ആ കുടുംബം കാസായി തീരും, ദൈവത്തിൻ്റെ ആലയമായി തീരും, ദൈവം വസിക്കുന്ന ഇടമായി തീരും. അതായിത്തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അനുഭവത്തിൻ്റെ തേജസ് ഉണ്ടാകണം. ആ തേജസ്സിലേക്കാണ് എന്നെയും നിങ്ങളെയും കൊണ്ടുവരേണ്ടത്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ 49-50 വാക്യം വായിച്ചേ. പലപ്പോഴും ആ കൽഭരണികളായി തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. അതിന് മുമ്പിലത്തെ വാക്യം, പലരും അവനെ ശാസിച്ചിട്ടും മിണ്ടാതിരിക്കുവിൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. 47-ാമത്തെ വാക്യം വായിച്ചു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് അധികമായി നിലവിളിച്ചു പറഞ്ഞു. തിമായുടെ പുത്രനായ ബർത്തിമായി, അവനെ സംബന്ധിച്ച് തെരുവോരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനാണ്, ഭിക്ഷയാചിക്കുന്നവനാണ്. അവനൊന്നും തന്നെ നേടുന്നവനല്ല. പക്ഷേ അവൻ്റെ അപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പനാരാണ്? ബർത്തിമായി, തിമായുടെ പുത്രൻ. അപ്പോൾ അപ്പനെ കുറിച്ച് പറയുന്ന അഡ്രസ് ഇല്ലാത്തവനായ, അല്ലെങ്കിൽ മറ്റാരാലും തള്ളപ്പെട്ടവനായ ഒരുവൻ പറയുകയാണ്, എൻ്റെ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന്. അപ്രകാരം പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ള കുടുംബമാണെങ്കിൽ, അപ്രകാരം യാചിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ എങ്ങനെയാണ് തമ്പുരാന് മാറി നിൽക്കുവാൻ സാധിക്കുക? പലരും പറഞ്ഞു നീ മിണ്ടാതിരിക്കുക. ഇന്ന് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ പല സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ സൂചിപ്പിച്ചുവല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്. നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? സന്ധ്യയാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആർക്കും മൗനമാണ്. പണ്ടെല്ലാം ഓരോ മുറിയിൽ 4 അപ്പനും അമ്മയും 4 മക്കളും ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 4 മുറിയിലാണ് അപ്പനും അമ്മയും മക്കളുമായി ജീവിക്കുന്നത്. അത്രമാത്രം അകന്നു പോയിരിക്കുന്നു. ഇന്ന് മക്കളെല്ലാം പണ്ടെല്ലാം ഒരുമിച്ച് ഒരു സമയത്ത് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പല സമയത്ത് പല രീതിയിലാണ് മക്കളും മാതാപിതാക്കന്മാരും പ്രാർത്ഥിക്കുന്നത്. പണ്ടൊക്കെ ഒരുമിച്ച് ഒരു
ഒരു പാത്രത്തിൽ നിന്നെടുത്ത് ഭക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പല പാത്രങ്ങളിൽ പലയിടത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, അല്ലേ? സന്ധ്യയാകുമ്പോൾ വീട്ടിൽ കഞ്ഞി വെക്കുന്നതിന് പകരം ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും പുതിയ പുതിയ ഹോട്ടലുകളിലേക്ക് മെസ്സേജുകൾ അയക്കുകയാണ്, ഞങ്ങൾക്ക് ഇന്ന ഭക്ഷണം വീട്ടിലേക്ക് വരിക എന്ന്. വന്നു കഴിയുമ്പോൾ ആ കൊണ്ടുവരുന്നയാൾ പറയും, എന്താ ഇവിടെ അങ്ങനെ ഇല്ലേ? ഇവിടെ എല്ലാവരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവരാ, അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ, രോഗമുണ്ടാകാതിരിക്കും. ഇല്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. അപ്പനൊരു കറി, അമ്മയ്ക്ക് മറ്റൊരു കറി, മക്കൾക്ക് മറ്റൊരു തരത്തിലുള്ള കറി. ഇന്ന് അനേകം ഹോട്ടലുകൾ ഓരോരോ മേഖലയിൽ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിൽ ഭക്ഷണം കഴിക്കുവാൻ ആർക്കും തയ്യാറാകുന്നില്ല. ഒരു ഉമ്മയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവം ഇന്ന് നഷ്ടപ്പെടുന്നതും അപ്രകാരമാണ്. കൽഭരണികളായി ഞാനും നിങ്ങളും രൂപപ്പെടുകയാണ്. മറ്റാർക്കും വേണ്ടാത്ത ഒരു ജീവിതമായി നമ്മൾ രൂപപ്പെടുകയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരോട് പറയും, അപ്പനും അമ്മയും അവിടെ ഇരുന്നോ, ഞങ്ങൾ പോയതിനു ശേഷം കൊണ്ടുവരാമെന്ന്. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും അപ്പനും അമ്മയും മൗനമാക്കപ്പെടുന്നത് അപ്രകാരമാണ്. അമ്മ അവിടെ ഇരുന്നോ, ഞങ്ങൾ പുറത്തു പോകുകയാണ്, പോയി വരുമ്പോൾ ഞങ്ങൾ അമ്മയ്ക്കുള്ളത് കൊണ്ടുവന്നോളാമെന്ന്. വൃദ്ധയായ അമ്മ 11 മണിയും 12 മണിയും നോക്കിയിരിക്കുകയാണ് തൻ്റെ പൊന്നും മക്കൾ വരുവാൻ വേണ്ടി, ആ വന്ന് അല്പം ഭക്ഷണം കഴിക്കുവാൻ. എന്നാൽ ആ അമ്മയ്ക്ക് അല്പം കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത്, അമ്മേ ഇത് കഴിക്ക്, വേറെ കറികളൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ താമസിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ അമ്മ സന്തോഷത്തോടുകൂടി ആ ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങിയേനെ. എന്നാൽ ഇന്ന് പലപ്പോഴും അമ്മമാർ, മുത്തശ്ശിമാർ കാത്തിരിക്കുകയാണ് എൻ്റെ മക്കളൊന്ന് കടന്നു വന്ന് അല്പം ഭക്ഷണം കൊണ്ടുവരുവാനായിട്ട്. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ മറ്റ് പലയിടങ്ങളിലും കറങ്ങിയതിന് ശേഷമായിരിക്കും ഭവനത്തിലേക്ക് വരുന്നത്. 11 മണി കഴിഞ്ഞു കാണും, 12 മണി ആയി കാണും. ആ തണുത്തുറഞ്ഞതായ ഭക്ഷണം അമ്മയുടെ നേരെ നീട്ടിയിട്ട് പറയും, ചൂടാക്കി തരണമോ? അമ്മയോട് ചോദിക്കും, അമ്മയെ ചൂടാക്കി തരണമോ? ആ അമ്മ പറയും, എൻ്റെ മക്കൾ അത് കഷ്ടപ്പെടേണ്ട, വേണ്ട മക്കളെ, ഞാൻ കഴിച്ചോളാം. ചിലപ്പോൾ ആ ഭക്ഷണം 2-3 ദിവസം എത്തിയിട്ടായിരിക്കും അമ്മ കഴിച്ചു തീർക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് അപ്രകാരമല്ലേ? എന്നാൽ ക്രിസ്തുവിനെ നിനക്ക് വേണം. നീ ജീവിക്കുന്നവനായ ക്രിസ്തുവിന് നിന്നെ വേണം. പ്രിയമുള്ളവരെ, ആ കൽഭരണിയായി ജീവിക്കുവാനല്ല, പകരമോ നീ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ എടുക്കുന്ന കാസായായി രൂപപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. നീ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയാണ് എന്ന്. നീ ആറ്റരികത്തേക്ക് പറിച്ചു നടുകയാണ്. പ്രയാസങ്ങളുണ്ടാകും, ഒരു വാട്ടവും ഒരു ക്ഷീണവും ഉണ്ടാകും. പക്ഷേ എന്തിനു വേണ്ടിയാണ്? അത് തക്ക കാലത്ത് ഫലം കായ്ക്കുവാനും ഇല വാടാത്തതും, നീ അപമാനത്താൽ തല കുമ്പിട്ട് പോകാതിരിക്കാത്തവനും, പിന്നെ ഇല വാടാത്തവനും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു വായിച്ചേ. മൈക്കില്ലേ? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയുമാകുന്നു എന്ന്. ഇലവാടാത്ത വൃക്ഷം, തല കുമ്പിട്ടു പോകാത്ത, അപമാനിതനാകാത്ത, സ്നേഹം ഉള്ളതായ ഒരു ജീവിതം നിന്റെ കൂടെ ഉണ്ടാകും. അതെന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ വാഴ്ത്തുവാൻ, അവൻ്റെ കാസായിലെ ഭാഗമായി തീരുവാൻ വേണ്ടിയാണ്. അപ്രകാരം നീ രൂപപ്പെടുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹീതമായി തീരും. പണ്ടത്തെ കാലത്ത് പഴയ ഒരു പാട്ടുണ്ട്,
എൻ്റെ ദൈവം മഹത്വത്തിൽ ആർത്തവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോനെ തന്നിൽ യേശിപ്പാൻ. ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമെനിക്കില്ലെന്നോ തീർന്നുവെന്നും ആരുമെനിക്കില്ലെന്നോ മാനസത്തിലാതി പൂണ്ട് ഖേദി. ആരുമില്ല എന്ന് നീ വിചാരിക്കേണ്ട. നിന്നെ കഴുകുവാനും നിന്നെ സ്പർശിക്കുവാനും നിന്നെ ചേർത്ത് നിർത്തുവാനും ജീവനുള്ളവനായ ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നീ മാറ്റപ്പെടണം. കല്ലായിരിക്കുവാൻ വേണ്ടിയല്ല, കാസായി തീരുവാനാണ് ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത്. പറയുന്നുണ്ട്, വൈഷമ്യമുള്ളേതു കുന്നും വൈഷമ്യമുള്ളേതു കുന്നും രക്ഷകനൻ കാലുകൾ വേഗമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് കല്ലിൽ നിന്ന് കാസായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? മർക്കോസ് സുവിശേഷം പറയുന്നുണ്ട്, 10-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം, പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തിമായുടെ പുത്രനായ തിമായോട് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം, യേശു അവനോട്, നിന്റെ വിശ്വാസം നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു, നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കല്ലിൽ നിന്ന് കാസായിലേക്ക് രൂപപ്പെടണമെങ്കിൽ വിശ്വാസമുണ്ടാകണം. അതുകൊണ്ടാണ് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ക്രിസ്തു ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, 3-ാമത്തെ ഭാഗം അതാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന വാക്കാണ്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് പറയുവാൻ സാധിക്കുമോ, എൻ്റെ പുണ്യാളച്ച, എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെയും ആ നല്ല വീഞ്ഞ് കാത്തിരിക്കുന്നു, നല്ല സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഈ സുവിശേഷം നമ്മൾ അനേക പ്രാവശ്യം കേട്ടതല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ പരിചയമായി തമ്പുരാൻ എത്രയോ പ്രാവശ്യം നിന്നതാണ്. നമ്മുടെ ജീവിതയാത്രകൾ പരിചയമായും നമ്മുടെ ജീവിത കോട്ടയായും കാവലായും എത്രയോ പ്രാവശ്യം തമ്പുരാൻ നിന്നതാണ്. പക്ഷേ എനിക്ക് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇതുവരെയും ഞാൻ നല്ലതു മാത്രം സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ സാധിച്ചിട്ടുണ്ടോ? കേൾവിയിൽ നിന്ന് വിശ്വാസത്തിലേക്കും വിശ്വാസത്തിൽ നിന്ന് ശിഷ്യത്വത്തിലേക്കും നമ്മെ നയിക്കുന്നതായിരിക്കണം ക്രിസ്തു സ്നേഹം. കേൾവി എന്തായിരുന്നു? യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഞാൻ നിന്നെക്കുറിച്ച് കേൾവി മാത്രമായിരുന്നു, ഇപ്പോഴോ ഞാൻ നിന്നെ കണ്ണാലെ കണ്ടിരിക്കുന്നു. തൻ്റെ തീപാതയിൽ തൻ്റെ യാത്രകളിൽ മുഴുവനും തന്നോടൊപ്പം സഞ്ചരിച്ചവർ, തൻ്റെ മക്കൾ, തൻ്റെ വസ്തുവകൾ, താൻ ആയിരിക്കുന്നതെല്ലാം നഷ്ടപ്പെട്ട് തനിക്ക് വരാവുന്ന എല്ലാ പ്രതികൂല സാഹചര്യത്തിലൂടെയും കടന്നുപോയ യോബ് അവസാനം പറയുകയാണ്, ഇന്നലെ വരെ നിന്നെക്കുറിച്ച് കേൾവിയായിരുന്നു, ഇന്ന് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കേൾവിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. എന്താണ് വിശ്വാസം? എൻ്റെ ക്രിസ്തു എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസം. ആ വിശ്വാസം എന്നെ നയിക്കുന്ന എന്താണ്? ആ ശിഷ്യത്വത്തിലേക്കാണ്. ശിഷ്യത്വം എന്താണ്? കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്ന അനുഭവം.
കർത്താവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ്. ആ കുരിശിനോട് ചേരുമ്പോഴാണ് ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. മാതാവും ശിഷ്യന്മാരും പലരും അട്ടഹസിച്ചപ്പോഴും ക്രിസ്തു ആ കുരിശിനോട് ചേർന്ന് നിന്ന മാതാവിനോട് പറഞ്ഞുവല്ലോ, ഇതാ നിന്റെ മകൻ. കുരിശിനോട് ചേർന്ന് നിന്ന ആ പ്രിയ ശിഷ്യനോടും പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. കൂടെ മരിച്ച കള്ളനോടും പറഞ്ഞു, അവനെ ഏറ്റു പറയുവാൻ തയ്യാറായ കള്ളനോടും പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ആ ഭരണി ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കേണ്ടതും ബലപ്പെടുത്തേണ്ടതും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ 62-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ. സങ്കീർത്തനം 69-ന്റെ 29-30 വാക്യങ്ങൾ. ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു, ദൈവമേ ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു, ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകണമേ. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമം സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, അവസാനം വരെ കാത്തിരിക്കുന്നവന്, അവസാനം വരെ ഈ നന്മ സൂക്ഷിച്ചു വെക്കുന്നവന് ഉള്ള കൃപയാണ് പറയുന്നത്. ഞാൻ സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 10 കന്യകമാരുടെ ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അതെന്താണ് പറയുന്നത്? അതിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമാണ് എന്ന്. ബുദ്ധിമതികളായിരിക്കുന്നവർ വിളക്കിൽ എണ്ണ കൂടി എടുത്തു, ബുദ്ധിഹീനകളോ അതെടുത്തില്ല. മണവാളൻ വരുന്ന ഏതോ സമയം അവർ മന്ദിച്ചുറങ്ങി. എന്നാൽ മണവാളൻ വരുന്നുവെന്ന് ആർപ്പുണ്ടായപ്പോൾ ബുദ്ധിമതികൾ അവരുടെ ജീവിതയാത്രയിൽ അവർ കരുതിയിരുന്ന ആ ദൈവിക കൃപകൾ കൊണ്ട് ക്രിസ്തുവിനെ തെളിയിക്കുവാൻ സാധിച്ചു. ബുദ്ധിഹീനകളോ ചോദിച്ചു, ഞങ്ങൾക്കല്പം ലഭ്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുന്ന ആ അനുഭവമല്ല, ഇന്നുവരെയും നീ നല്ലത് സൂക്ഷിച്ചുവല്ലോ എന്ന് കേൾക്കുന്ന ആ ശബ്ദം കേൾക്കുവാനാണ് നമ്മൾ ഒരുക്കപ്പെടേണ്ടത്. ആ മണവറയുടെ വാതിൽ അടച്ചു. കടന്നു വന്നവരോട്, രണ്ടാമത് കടന്നു വന്നവരോട് പറഞ്ഞു, ഞാനോ നിങ്ങളെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ആ ശബ്ദം കേൾക്കുവാനാണോ എനിക്കും നിങ്ങൾക്കും വിധി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ബെർശേബ മരുഭൂമിയിലൂടെ ഒരു അമ്മ ഓടുന്നുണ്ട്. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. 21-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടു. ബെർശേബ മരുഭൂമിയിൽ ഓടുന്ന ഒരു അമ്മയുടെ ചിത്രമാണ് അവിടെ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും തള്ളപ്പെട്ടതായ ആ അമ്മ ഓടി തൻ്റെ മകൻ്റെ മരണം കാണുവാൻ പോലും ഇടയാകാതെ ഓടി മറിഞ്ഞിരിക്കുന്ന സമയത്ത് ആ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അവസാനം വരെ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് നിലനിർത്തുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ആ പ്രാർത്ഥനയുടെ ഭാഗമാകുമ്പോൾ ഇന്ന് എനിക്കും നിങ്ങൾക്കുമുള്ളതായ സ്ഥാനം എവിടെയാണ്? നല്ല വീഞ്ഞിൻ്റെ ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യമാകണം. ആ സാധ്യതയാണ് യഥാർത്ഥത്തിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നമ്മുടെ നിയോഗം എന്താണ് എന്ന് കൃത്യമായി പറയുകയാണ്. പ്രാർത്ഥന മാത്രമല്ല, ഒരുവൻ്റെ നിയോഗം ഒരു കുടുംബ ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും സഭാ ശുശ്രൂഷ മേഖലയിലായാലും ഒരുവൻ എപ്രകാരമായിരിക്കണമെന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനുമാകുന്നു എന്ന്.
നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈ പ്രഭാതം, ഈ മധ്യാഹ്നം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവിന് ആകുന്നു. സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മോശയെ വിളിച്ച കർത്താവ് പറയുന്നുണ്ട്, നീ നിൽക്കുന്ന ഇടം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മരുഭൂമിക്ക് അപ്പുറത്തേക്ക് വായിച്ചേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് മരുഭൂമിയുടെ അപ്പുറത്തേക്ക് ദൈവത്തിന്റെ ജനമാകുന്ന പർവ്വതമാകുന്ന ഹോറോബിലേക്ക് കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് കത്തുന്നുണ്ട്, തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതെ, എന്നാൽ അത് വെന്തു പോകുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം അപ്രകാരമല്ലേ? കത്തുന്ന അനുഭവങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, പക്ഷേ അത് നശിച്ചു പോകാതെ കാത്തുപരിപാലിക്കുന്ന ഒരു പരിചയമായി നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാകും. അത് എന്തിനു വേണ്ടിയാണ് പറയുകയാണ്. 5-ാമത്തെ വാക്യം വായിച്ചേ. നീ നിൽക്കുന്നിടം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പിനെ ഊരിക്കളയണം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് അതിനു വേണ്ടിയാണ്. ഞാനും നിങ്ങളും നിൽക്കുന്നിടം വിശുദ്ധമാണ്. ആ വിശുദ്ധമായ ഇടങ്ങളിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ എൻ്റെ പാപാനുഭവങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ, എൻ്റെ പാപാനുഭവങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബത്തെ മോചിപ്പിക്കുവാൻ, എൻ്റെ പാപാനുഭവങ്ങളിൽ നിന്ന് എൻ്റെ ദേശത്തെ മോചിപ്പിക്കുവാൻ ഇടയാകുന്ന തരത്തിൽ ഞാനും നിങ്ങളും രൂപപ്പെടണം. ആ രൂപപ്പെടലുകളാണ് മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നത്, അവനോടൊപ്പം പോയി എന്ന് പറയും. അവൻ്റെ പുതപ്പിനെ എറിഞ്ഞു കളഞ്ഞിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? തിബായുടെ മകനെ ഭർത്തിയുമായി പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച ലഭിക്കണം. ഈ കാഴ്ചയുടെ അനുഭവം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. 1, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഈ നോമ്പ് നമ്മെ സംബന്ധിച്ച് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കണം. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്ന് തമ്പുരാൻ ചിന്തിക്കുകയില്ല, തമ്പുരാൻ കരുതുകയില്ല. എന്നാൽ ഇന്നു മുതൽ എപ്രകാരമായിരിക്കണമെന്ന് അവനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ രണ്ടാമത് എന്തിനു വേണ്ടിയാണ്? കൽഭരണികളായി നിലനിൽക്കുവാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ എടുക്കുന്ന കാസായായി രൂപപ്പെടുവാനാണ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. ആ വിളി യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിലേക്കുള്ള നിയോഗമാണ്. എന്നിലൂടെ എൻ്റെ ക്രിസ്തുവിനെ കാണുവാൻ, എന്നിലൂടെ എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ഞാനും നിങ്ങളും രൂപപ്പെടണം. ആ രൂപപ്പെടലിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലകളെ വണങ്ങി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥ, സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, നിന്റെ കൃപയിലും സാന്നിധ്യത്തിലും ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നുവല്ലോ. ഈ കാലമത്രയും നീ ഞങ്ങളെ വഴി നടത്തി. ഈ കാലമത്രയും നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ തളർന്നു പോകാവുന്ന ഇടങ്ങളിലൊക്കെയും നിന്റെ സാന്നിധ്യം ഞങ്ങളെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി. ഞങ്ങൾ പതറിപ്പോയ സമയങ്ങളിൽ, നിരാശയുടെ പടുകുഴിയിൽ വീണപ്പോൾ, ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് കൽപ്പിച്ച നാഥ, നിന്റെ സ്നേഹം ഞങ്ങൾ ഓരോരുത്തരും രുചിച്ചറിഞ്ഞുവല്ലോ. നിന്റെ അടുക്കൽ വരുന്ന ഓരോരുത്തരെയും നീ ചേർത്ത് പിടിച്ചു. അത് രക്തസ്രവക്കാരിയാണെങ്കിലും, കുഷ്ഠരോഗമുള്ളവനാണെങ്കിലും, തളർവാദിയാണെങ്കിലും, മരിച്ചവനെ പോലും തമ്പുരാനെ നീ ഉയർപ്പിച്ചുവല്ലോ. ലാസറിനെ പോലെ തമ്പുരാനെ നിന്റെ അടുക്കൽ വന്നപ്പോൾ ചീഞ്ഞിരുന്ന അളിഞ്ഞുപോയതായ ആ ശരീരത്തെയും നീ നിന്റെ കൃപയാൽ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഉയർപ്പിച്ച് അനുഗ്രഹിച്ചുവല്ലോ. ആ സ്നേഹം എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തമ്പുരാനെ ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഈ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ, ഒന്നുചേർന്ന് ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ശുശ്രൂഷയിലായിരിക്കുന്ന അഭിമന്യ തിരുമേനിയെയും നാഥ വൈദിക സഹോദരങ്ങളെയും നീ കാത്തു പരിപാലിക്കണമേ. എൻ്റെ സ്നേഹമുള്ള ഇടമായി ഈ ദേശത്തെ നീ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ പിരിയുന്നവരാണ്. പിരിയാത്ത സ്നേഹവും സമാധാനവും ഞങ്ങൾ എന്നും ഉണ്ടാകുമാറാകണമേ. അസല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമേൻ.